ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം. ഇതിൽപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം തരണം, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കിട്ടുന്ന ആനുകൂല്യം തരണം. ഈ ചരിത്ര സമരം, അതായത് ബ്രിട്ടീഷുകാരനെതിരായിട്ട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിനേക്കാൾ ഇതിനകത്ത് ആളുകൾ യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ട്. കാരണം 1,74,000 പേര് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയതാണ് ഭാരതത്തിൽ. ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ അത്രയും പേര് ജയിലിൽ കിടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള നമ്മുടെ പ്രധാന ആവശ്യം. അപ്പൊ അത് പറയാനൊരു കാരണമുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പട്ടികയിൽപ്പെടുത്തി 40ഓളം ഐറ്റംസ് പട്ടികയിൽപ്പെടുത്തി അവർക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതിൽ 13 ഐറ്റംസ് കേരളത്തിലാണ് വാങ്ങിയത്. അതിൽ 9 എണ്ണം വാങ്ങിയത് CPM ആണ്. പുന്നപ്ര വയലാറ്, അതുപോലെ കയ്യൂര്, കരിവള്ളൂർ, മൊറാഴ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ചില സമരങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മൈക്കിന്റെ മുൻപിൽ ഘോരഘോരം ഇവർ പ്രസംഗിച്ചെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ അടുക്കളയിൽ പോയിട്ട് കരാർ ഒപ്പിടിച്ച് അല്ലെങ്കിൽ കടലാസ് ഒപ്പിടിച്ച് വാങ്ങുന്ന രീതിയാണ് CPM സ്വീകരിച്ചത്. അങ്ങനെ അതുകൊണ്ട് 9 ഐറ്റംസിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പട്ടികയിൽപ്പെടുത്തി അവർ പെൻഷൻ വാങ്ങി. ബാക്കി പോയിട്ട് 4 ഐറ്റംസ് വാങ്ങിയത് മുസ്ലിം സംഘടനകളാണ്. അവർ സ്വാഭാവികമായിട്ടും മലബാർ മാപ്പിള ലഹള, ഖിലാഫത്ത്, മലപ്പുറത്തൊരു MSP ഫയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ 4 എണ്ണത്തിൽ മുസ്ലിം സംഘടനകളാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പട്ടികയിൽപ്പെടുത്തി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വാങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നിലവിലുള്ള സമയത്താണ് ഞങ്ങൾ 2015 ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണമെന്നും അതിൽ ആനുകൂല്യം തരണമെന്നും മാത്രമല്ല ഇതൊരു ചരിത്ര സംഭവമായതുകൊണ്ട് ഇത് സ്കൂൾ തലം മുതൽ പാഠ്യപദ്ധതിയിൽ പെടുത്തണം എന്നുള്ള നിലയ്ക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് നിവേദനങ്ങൾ കൊടുത്തു.